ബീഹാറിലും വഖഫ് ബോർഡിന്റെ അതിക്രമം 95% ഹിന്ദുക്കളുള്ള ഗ്രാമത്തിന്മേൽ അവകാശവാദവുമായി സുന്നി വഖഫ് ബോർഡ് 30 ദിവസത്തിനകം ഗ്രാമം വിടാൻ ഗ്രാമവാസികൾക്ക് അന്ത്യശാസനം നൽകി വഖഫ് ബോർഡ്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ശരിയാണ്. ഗൗതം, ബീഹാറിലും വഖഫ് ബോർഡിന്റെ അതിക്രമമാണ് ഉണ്ടായിരിക്കുന്നത്, കാടത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ഗ്രാമവാസികളുടെ മുഴുവൻ 30 ദിവസത്തിനകം ആ സ്വദേശം വിട്ടുപോകാനുള്ള അന്ത്യശാസനം നൽകി. ഇതിലേക്ക് നയിച്ച സാഹചര്യം, മറ്റു വിവരങ്ങളും. KP നേരത്തെ തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ ദ്വാരക തുടങ്ങി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ സാധാരണ ജനങ്ങളുടെ സ്വത്തിനുമേൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ ബീഹാറിലെ പട്നയോട് ചേർന്ന് കിടക്കുന്ന ഗോവിന്ദ്പൂർ എന്ന ഗ്രാമത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് 95% ഹിന്ദുക്കൾ നിവസിക്കുന്ന ഈ ഗ്രാമത്തിലെ ഗ്രാമവാസികളോടാണ് ഇപ്പോൾ വഖഫ് ബോർഡ് എത്രയും പെട്ടെന്ന് ഈ ഭൂമി വിട്ട് പുറത്തു പോകണമെന്നും ഇത് തങ്ങളുടെ ഭൂമിയാണെന്നും വാദിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഗ്രാമവാസികൾ പട്ന ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോടതി കൃത്യമായ ഒരു ഇടപെടൽ നടത്തും എന്ന വിശ്വാസത്തിലാണ് ഗ്രാമവാസികളുള്ളത്. ഈ ഗ്രാമത്തിന്റെ ഈ ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 95% പേർ ഹിന്ദു ജനവിഭാഗമാണ്. പൂർണ്ണമായി അതൊരു ഹിന്ദു ഗ്രാമമാണ്. അങ്ങനെയുള്ളൊരു ഗ്രാമത്തിന് മേലാണ് ഇപ്പോൾ ബീഹാറിലെ സുന്നി വഖഫ് ബോർഡ് അനാവശ്യമായി അവകാശവാദം ഉന്നയിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. KP ഗൗതം, ഇവിടെ ഈ വഖഫ് ബോർഡിന്റെ അവകാശവാദം ഏത് തരത്തിലാണ്? ഒപ്പം അതിശക്തമായ പ്രതിഷേധം സ്വാഭാവികമായും ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഈ സർക്കാരിന്റെ ഇടപെടലും ഈ ഒരു വിഷയത്തിൽ ഏത് തരത്തിലാണ്? KP ബീഹാറിൽ അധികാരത്തിലിരിക്കുന്ന നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതിനാൽ കൂടിയാണ് ഈ ഗ്രാമവാസികൾ കോടതിയെ സമീപിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് മറ്റൊരു വിവാദ വിഷയമായി മാറുകയും ഒപ്പം വഖഫ് ഭേദഗതി ബില്ലിന്റെ ആവശ്യകത എന്താണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവമായി കൂടി ഈ ബീഹാറിലെ ഗോവിന്ദ്പൂർ ഗ്രാമവുമായി ബന്ധപ്പെട്ട വിഷയം മാറുകയാണ്. നമുക്കറിയാം, ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ ഈ വഖഫ് ഭേദഗതി ബില്ല് മുന്നോട്ട് വെച്ചത്. ആ ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായി മാറിയത് വഖഫ് ഈ സ്വത്തുക്കൾ കൃത്യമായി തന്നെ അളക്കുമെന്നും രാജ്യത്ത് എവിടെ വേണമെങ്കിലും ഭൂമിക്ക് മേൽ വഖഫ് ബോർഡുകൾക്ക് അനാവശ്യമായി ക്ലെയിം ചെയ്യുവാനോ അവകാശവാദം ഉന്നയിക്കുവാനുള്ള പവർ അത് കൃത്യമായി തന്നെ മരവിപ്പിക്കും എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഈ വഖഫ് ഭേദഗതി ബില്ലിന്റെ ഭേദഗതി ചെയ്യുന്ന വസ്തുക്കളിലൊന്ന്. ഏതായാലും ഈ ബില്ല് എന്തിനാണ് സർക്കാർ നടപ്പാക്കുന്നത് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന സംഭവമാണ് ഈ ബീഹാറിൽ സംഭവിച്ചിരിക്കുന്നത്. അതിനാണ് ബീഹാറിലും വഖഫ് ബോർഡിന്റെ കാടത്തമുണ്ടായിരിക്കുകയാണ്, അതിക്രമമുണ്ടായിരിക്കുകയാണ്. 95% ഹിന്ദുക്കളുള്ള ഗ്രാമത്തിന്മേലാണ് അവകാശവാദവുമായി സുന്നി വഖഫ് ബോർഡ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. 30 ദിവസത്തിനകം ഗ്രാമം വിടാനാണ് ഗ്രാമവാസികൾക്ക് വഖഫ് ബോർഡിന്റെ അന്ത്യശാസനം. ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.